ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നയന എണ്ണ ഒഴിച്ച് ആ എണ്ണയിൽ ചവിട്ടി വീണിരിക്കുകയാണ്. ഏതായാലും നയന പറഞ്ഞു, അവിടെ അങ്ങനെ ഞാൻ തെന്നി വീഴാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ അറിഞ്ഞോണ്ട് അല്ലാതെ എൻ്റെ അശ്രദ്ധ കൊണ്ടൊന്നും അല്ല അത് വീണിരിക്കുന്നത്. അവിടെ എന്തോ ഉണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, അവിടെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. അതുമല്ല, വീട്ടിനകത്ത് എന്തുണ്ടാകാൻ, അങ്ങനെ വഴുതലൊക്കെ ഉണ്ടാകണമെങ്കിലേ അതൊന്നും അറിയണമല്ലോ അതെന്താണെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദയും പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഇതെന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും, അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം കൂടെ കൂട്ടി വെച്ച് ആലോചിക്കുമ്പം അങ്ങ് പിടി കിട്ടുന്നില്ല. അപ്പൊ സുമംഗല പറഞ്ഞു, എങ്കിൽ പിന്നെ നയന ഇത്രയും പറയുന്നല്ലേ, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദേനെ ഏൽപ്പിച്ചു നമ്മുടെ നയനെ. എന്നിട്ട് ലക്ഷ്മിയും സുമംഗലയും കൂടെ പോയി ആ നടയുടെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എണ്ണ മുഴുവൻ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നു. ഏതായാലും അതോടുകൂടി മനസ്സിലാകും ഇതാരോ ചെയ്ത പണിയാണെന്ന്. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, സുമംഗലെ, ഇതിപ്പം വെള്ളമൊന്നും വീണ് കിടപ്പില്ലല്ലോ കാല് വഴുതാന്. അല്ല, ഇതിപ്പം മറ്റെന്തെങ്കിലും ആവാലോ. മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞാല് അടിയില് മറ്റെന്ത് വീഴാനാ സുമംഗലെ? വീണതാകണമെന്നില്ലല്ലോ, വീഴ്ത്തിയതും ആകാലോ. അല്ല, നീ എന്താ അർത്ഥം വെച്ചിങ്ങനെ സംസാരിക്കുന്ന സുമംഗലെ? എന്റെ ഏടത്തി, നയനയുടെ ഈ വീട്ടിലെ വരവും താമസവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണോ ഏടത്തി വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. സത്യം മാത്രമേ ഏടത്തി പറയാവുള്ളൂ. അത് അങ്ങനെ ചോദിച്ചാലേ എനിക്ക് അനിഷ്ടമൊന്നുമില്ല. നിന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളല്ലേ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഈ വീട്ടിൽ പണ്ടൊക്കെ എത്ര തവണ വന്നു പോയിരിക്കുന്ന കുട്ടിയാ. മാത്രമല്ല, കല്യാണം കഴിച്ച കാലം മുതൽ നമ്മളൊക്കെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ. അങ്ങനെയൊക്കെ ശീലിച്ച് ആളെണ്ണം കൂടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറയുന്നതിലാട്ടോ സങ്കടം. അത് ഏട്ടത്തിയുടെ നല്ല മനസ്സ്. പക്ഷേ ഇവിടെ സങ്കടമുള്ളവർ കുറച്ചു പേരുണ്ട്, അറിയാമോ? എന്റെ തറവാട്ടില് എൻ്റെ അമ്മയും അനിയനും ഇളയ കുടുംബവും ആ കുടുംബവും മാത്രം. ഞാനെങ്ങാണ് ചെന്ന് ഒരു ദിവസം നിന്നാലേ ഭൂകമ്പം നടക്കും. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ഇവിടെയും വേറെ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഏടത്തിയുടെ നല്ല മനസ്സ് കിട്ടണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പുതിയൊരു അംഗം വരുമ്പം സ്വീകരിക്കാൻ മനസ്സുണ്ടാകണമെന്നുമില്ല. അപ്പൊ പിന്നെ അവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിപ്പോ എല്ലാവരും കയറി ഇറങ്ങുന്ന പടി ഒരു ദിവസം വഴുക്കുന്നു. കറിയിലും അതിലും ഇതിലൊക്കെ ഉപ്പൊക്കെ കൂടുന്നതും സ്റ്റൗവൊക്കെ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇത് തന്നെയാ ഇതിന്റെ ഒരു ആരംഭ. ചിലവർക്കുള്ള അസൂയയും കുശുമ്പും ഒക്കെ. പിന്നെ ഭയപ്പെടുത്തിയതല്ലാട്ടോ, ഞാൻ കുറച്ച് കയറ്റി ഊഹിച്ചേ ഉള്ളൂ. ഏതായാലും നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ളൊരു മനസ്ഥിതി ആർക്കും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു സുമംഗലെ. കണ്ണു അടച്ച് അങ്ങനെ പറയണ്ട ഏടത്തി. നമുക്ക് ഏതായാലും ഈ പടികളൊന്ന് പരിശോധിക്കാം, നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞാണ് അവര് ചെക്ക് ചെയ്യുന്നത്. ഏതായാലും ചെക്ക് ചെയ്യുമ്പോഴാണ് ആ എണ്ണ കാണുന്നത് കേട്ടോ. അങ്ങനെ അവർ വെളിച്ചെണ്ണ കണ്ടു. അപ്പൊ ലക്ഷ്മി, ഇത് എങ്ങനെയായിരിക്കും ഈ വെളിച്ചെണ്ണ ഇവിടെ വീണത്? ഇത് വീണതൊന്നുമല്ല, ഇത് മനഃപൂർവ്വം കൊണ്ട് ഒഴിച്ചതാ. ഇത് നയനെ വീഴ്ത്താൻ വേണ്ടിയുള്ള ആരുടെയോ പണിയാ. ഈശ്വര, ആരാ ഈ മഹാപാപം ചെയ്തത്? എനിക്കറിയില്ലല്ലോ ചേച്ചി. അല്ല, ഇതിപ്പം വലിയ പ്രശ്നമായി തീരില്ലായിരുന്നോ? തലയെങ്ങാനും ചെന്ന് ഇടിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അല്ല, അടുക്കളയിലല്ലേ ഏടത്തി വെളിച്ചെണ്ണ ഉള്ളത്? അല്ല, ഏടത്തി ആരെങ്കിലും വെളിച്ചെണ്ണ എടുത്തോണ്ട് പോകുന്നത് കണ്ടായിരുന്നോ? അത് പിന്നെ വെളിച്ചെണ്ണ എടുത്തോണ്ട് പോകുന്നത് കണ്ടു. പവിത്ര വെളിച്ചെണ്ണ എടുത്തോണ്ട് പോകുന്നത് കണ്ടു ഞാന്. എനിക്കിപ്പോ കാര്യം പിടികിട്ടി. അങ്ങനെ വരട്ടെ. അപ്പം ഇത് പവിത്രയുടെ പണി തന്നെയാകാനാ ചാൻസ് കൂടുതൽ. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുമംഗല പവിത്രയുടെ അടുത്ത് പോയിട്ടോ. അങ്ങനെ ഓടി പവിത്രയുടെ അടുത്ത് ചെന്നു. പവിത്രയെ മോഹിനി വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ആർമാദിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുമംഗല എന്നിട്ട് പവിത്രയെന്ന് വിളിച്ചു. അപ്പം പവിത്ര പേടിച്ചു പോയിട്ടോ ആ വിളി കേട്ടപ്പോ തന്നെ. എന്നിട്ട് പറഞ്ഞു, എന്താ രണ്ടാളും കൂടി നല്ല തമാശ പറച്ചിലാണല്ലോ? അല്ല, ഞാനും കൂടെ കേട്ട് ചിരിക്കാം, നല്ല തമാശയാണെങ്കിൽ. ഹേയ്, അങ്ങനെയൊന്നും ഇല്ല സുമംഗലേച്ചി, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. എന്നാലേ അത്രയ്ക്ക് വെറുതെ അല്ലാത്തൊരു കാര്യം ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, എന്താ സുമംഗലേച്ചി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്ന് ഇപ്പൊ അറിയണം അല്ലേ? ഞാൻ പറയാം. അത് എന്താ കാര്യം എന്ന് വെച്ചാ പറ. നയന വീണത് എല്ലാവരും കണ്ടായിരുന്നല്ലോ.
കണ്ടായിരുന്നു, പിന്നെ കാണാതെ വലിയ കഷ്ടമായി പോയല്ലേ അല്ലേ ചേച്ചി എന്നിങ്ങനെ ചോദിച്ചു സുമംഗലയോട്. അപ്പം പവിത്രൻ പറഞ്ഞു, അതെ അതെ ഭയങ്കര കഷ്ടമായിപ്പോയി, വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയായിരുന്നോ ഓർക്കാൻ കൂടി വയ്യ. എങ്കിൽ പിന്നെ വയ്യെങ്കിലേ നീ ഒന്നും അത് ഓർക്കണ്ട. ഓർത്തെടുക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം, ആരാ ആ പടിയിൽ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചത്? ഇത് കേട്ടത് നമ്മുടെ പവിത്ര മോഹിനി ഒന്ന് ഞെട്ടി തരിച്ചു പോയി കേട്ടോ. മറുപടിയില്ല പറയാൻ, പെട്ടെന്ന് എന്ത് പറയുന്ന അറിയത്തില്ലല്ലോ. ഏതായാലും ഇതൊക്കെ നന്ദയും കേട്ടോണ്ട് വരുന്നുണ്ടേ. അപ്പൊ നന്ദ അവിടെ അടുത്ത് വന്നു. അപ്പൊ സുമംഗല ചോദിച്ചത് കേട്ടില്ലേ, പടിയിൽ എണ്ണ ഒഴിച്ചത് ആരാന്ന്? ആര് പടിയിൽ എണ്ണ ഒഴിച്ചു? ആരൊഴിച്ചെന്നാ? ആരാ മഹാഭാവം ചെയ്തത്? എനിക്കറിയില്ല. ഏത് മഹാഭാവിയാ ചെയ്തതെന്നേ ഊഹം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. രാവിലെ അടുക്കളയിൽ ചെന്ന് വെളിച്ചെണ്ണ എടുത്തോണ്ട് പോയ ആ മഹാഭാവിയെ ലക്ഷ്മിയടത്തി കണ്ടായിരുന്നു. ആ മഹാഭാവി വേറെ ആരുമല്ല, ദേ ഈ നിൽക്കുന്ന പവിത്ര. എടി നീയല്ലേടി ആ എണ്ണ അവിടെ കൊണ്ട് ഒഴിച്ചതെന്ന് പവിത്രയോട് നമ്മുടെ സുമംഗല ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ വന്നിട്ട്, എന്താ അപ്പച്ചി പറയുന്ന, ആരാ എണ്ണ ഒഴിച്ചത്? എന്റെ മോളെ ഇതേ നിൽക്കുന്നു ഗൂഢാലോചനക്കാരെ, നീ തന്നെ അങ്ങോട്ടേക്ക് ചോദിച്ചേ. അവള് കണ്ടില്ലേ നിൽക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടൊന്നും അറിയാത്തതുപോലെ. അപ്പൊ മോന് പറഞ്ഞു, ഇതേ സുമംഗലേച്ചി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, ഒരുത്തി തലേ തേക്കാൻ വേണ്ടി എണ്ണ എടുത്തോണ്ട് വന്നതാ, അതിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ അതെ അതെ, രാവിലെ എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാ. ദേ ഈ ചതുരം പോകുന്ന പോലെ കിടക്കുന്ന മുടിക്ക് നീ എത്ര ലിറ്റർ എണ്ണയാണ് തേക്കുന്നത്? ഇത് വെള്ളം കണ്ടിട്ട് തന്നെ എത്ര ദിവസമായിട്ടെന്ന് ചോദിച്ചു. ചതുരം പോലെ എന്നല്ലാട്ടോ, ചകിരി പോലെ കിടക്കുന്നത്. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ നന്ദ വന്നിട്ട്, നേരാണോ പവിത്ര ഈ കേൾക്കുന്നത്? നീയാണോ എണ്ണയൊഴിച്ച് നയനെ വീഴ്ത്തിയത്? സത്യം പറ, നീയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ പവിത്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. പവിത്രയുടെ സ്വഭാവം അറിയാലോ, ഏറ്റവും ലാസ്റ്റ് പവിത്ര അങ്ങോട്ട് എല്ലാം കൈ ഒഴിഞ്ഞ് മറ്റുള്ളവരുടെ തലയെ കൊണ്ടിട്ട് കൊടുക്കൂലോ. സുമംഗല പറഞ്ഞു ഏതായാലും ഇത് വധശ്രമ, ഇത് കേസ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു, അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഈ പവിത്ര എണ്ണ ഒഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഞെട്ടിപ്പോയിട്ടോ. സത്യത്തിൽ പവിത്രയുടെ വായിന്ന് വീഴുന്ന നമ്മൾ ഓർത്ത് കുറ്റസമ്മതം ഏറ്റു പറയുന്നത്. ഏതായാലും മോഹിനി കേസിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ആ കേസ് ഏറ്റുപിടിച്ചു. അപ്പോഴത്തേക്ക് പവിത്ര പറഞ്ഞു, അതെ ഞാനങ്ങനെ വെറുതെ ചെയ്തൊന്നുമല്ല, അമ്മ തന്നെ എന്റെ എല്ലാ ചതിക്കും കൂട്ടു നിന്നത്. ചതിയോ? അപ്പൊ ഇവിടെ പല ചതികളും നടന്നിട്ടുണ്ടല്ലേ? ഓഹോ അത് കൊള്ളാലോ, കേക്കട്ടെ ഇവിടെ നടന്ന ചതിയെ കുറിച്ച് എനിക്ക് കേട്ടേ പറ്റൂന്ന് പറയുമ്പോ മോഹിനി പറഞ്ഞു, അങ്ങനെ എന്നെ ആരും കുറ്റം പറയണ്ട, രാവിലെ വിളിച്ചുണർത്തിയതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏർപ്പാടാക്കിയതും പിങ്കിയാന്ന് പറഞ്ഞു. പിങ്കി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിങ്കി തീർന്നെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ആണെങ്കിൽ, അയ്യോ പിങ്കി എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതെ അതെ നന്ദേ, ഞങ്ങളെ പിങ്കി ചേച്ചിക്ക് വേണ്ടിയാ നയനിയെ വീഴ്ത്തിയത്, പിങ്കി ചേച്ചി പറഞ്ഞിട്ടാ നയനിയെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിങ്കി തലയെ കൈവച്ചു കേട്ടോ. എല്ലാം തീർന്നെന്ന് പിങ്കിക്ക് മനസ്സിലായി, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ പിങ്കിയോട് സുമംഗല ചോദിച്ചു, നേരാണോ പിങ്കി ഇവര് പറഞ്ഞത്? അത് പിന്നെ ഞാന് എന്താ പറഞ്ഞത്? അത് ഞാൻ കേട്ടില്ല. നീ കേട്ടില്ലല്ലേ? നീ പറഞ്ഞൊന്നും കേട്ടില്ലേ? അപ്പൊ നന്ദ വന്ന് പറഞ്ഞു, അതെ നീ പറഞ്ഞിട്ടാണോ പവിത്ര നടയില് സ്റ്റേക്കേഴ്സിൽ എണ്ണ ഒഴിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ല പിങ്കി. അപ്പം സുമംഗലി പറഞ്ഞു, നീ എന്റെ മിണ്ടാതെ നിൽക്കുന്ന, മറുപടി പറയാനാ പറഞ്ഞത്. അതെ ഞാൻ പറഞ്ഞിട്ടാ എണ്ണ ഒഴിച്ചത്, ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടാ എണ്ണ ഒഴിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ ഇവിടെ കുഴപ്പം, അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുമംഗല പറഞ്ഞു, തോന്നിവാസം കാണിച്ചിട്ട് അത് ഞെളിഞ്ഞ് നിന്ന് സമ്മതിക്കുന്നോ എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും പിങ്കി കയ്യിൽ അങ്ങ് കയറി പിടിച്ചു കേട്ടോ. കയ്യിൽ അങ്ങ് കയറി പിടിച്ചിട്ട് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു എന്നെ. സ്വന്തം മക്കളെ തല്ലിയ കേസെടുക്കുന്ന നാടും നിയമമാ. ഇവിടെ മരുമക്കളെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ അനുഭവം എന്ന് അമ്മയ്ക്ക് അറിയാത്തതാണോ? എന്താ നീ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ വന്ന് ചോദിച്ചു, അല്ല നീ എന്ത് ദുഷ്ടത്തരമാ പിങ്കി ഈ കാണിച്ചത്? പടിയുടെ മേളിൽ നിന്ന് ഒരാൾ വീണു കഴിഞ്ഞാല് എന്തൊക്കെ സംഭവിക്കുന്നു നീ ആലോചിച്ചോ? എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഐ ഡോണ്ട് കെയർ, എനിക്കത് അറിയേണ്ട കാര്യമില്ല. അല്ല നിനക്കെന്താ നയനോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് സുമംഗല ചോദിച്ചു. അവളെ ഇവിടെ വന്നത് എന്തിനാ? അതെന്തിനാന്നേ പറ. അല്ല ഏതോ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നതല്ലേ? എന്നിട്ട് സദാ സമയവും കടൽ നീരാളിയെ പോലെ അർജുന്റെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് നടക്കുന്ന എന്തിനാ? ഓ അതാണല്ലേ അപ്പൊ നിന്റെ കാര്യം? അതെ അത് തന്നെ എന്റെ കാര്യം. എന്റെ മകനെ വേണ്ടാത്ത നിനക്ക് എന്തിനാ നയനെ അവനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൽ ഇത്ര കുഴപ്പമിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കി കേട്ടോ, കാരണം ഒരു ആൻസർ പറയണമല്ലോ. ഏതായാലും ഇത്രയും നാള് നമ്മുടെ പിങ്കി പിടിച്ചു നിന്നു. പിങ്കി എല്ലാം അങ്ങോട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പം വീണ്ടും സുമംഗല ചോദിച്ചു, പറ നിനക്ക് ഡിവോഴ്സ് വേണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ അർജുന്റെ കാര്യത്തിലേ നിനക്ക് ഇത്ര അസ്വസ്ഥത? അതെ ഈ താലി കെട്ടിയിരിക്കുന്നത് ഇത് അർജുന, നിയമപ്രകാരം അർജുന്റെ ഭാര്യാസ്ഥാനത്ത് ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനിവിടെ ഉള്ളപ്പം അല്ല നിന്നെ ആരാ പിങ്കി നിർബന്ധിച്ച് ഇവിടെ നിർത്തിയേക്കുന്നത്? അതാരെങ്കിലും ആയിക്കോട്ടെ, അർജുന്റെ ഭാര്യാസ്ഥാനത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പം മറ്റൊരുത്തി അയാളുടെ തലയിലോ തോളത്തോ കയറി ഇരിക്കണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സത്യമായിട്ട് നമ്മുടെ നന്ദയ്ക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ചിരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ.
അങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ അതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നേ മറ്റുള്ളവർ പറയത്തുള്ളൂ. എന്റെ ക്യാരക്ടർ നശിപ്പിച്ചിട്ട് ഒരുത്തി അങ്ങനെ കേറി ഞെളിയണ്ട. അങ്ങനെ ഞെളിയാനേ ഈ പിങ്കി ജീവനോടെ ഇരിക്കുമ്പോ പിങ്കി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, അമ്മയ്ക്കിപ്പൊ കാര്യം മനസ്സിലായല്ലോ, ഇനി കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ പൊന്നാര മുറപ്പെണ്ണിനോട് എന്ന് പറഞ്ഞേക്ക് എന്റെ മുറിയിലേക്ക് ഇനി ആട്ടമായിട്ട് വന്നാലും പെട്രോൾ ആയിരിക്കും ഞാൻ തലവഴി ഒഴിക്കാൻ പോകുന്നത്. ഈ പിങ്കിയുടെ മനസ്സുണ്ടല്ലോ അങ്ങേറ്റം തെറ്റി നിൽക്കുക. ഇനി ഈ പിങ്കി ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കോ ഈ പിങ്കിക്കോ അറിയാൻ മേലാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിർത്തിക്കോളാൻ പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് പോയി. പിങ്കി അങ്ങ് പോയപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പിങ്കി പിങ്കി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ പിങ്കി തിരിഞ്ഞൊന്നും നോക്കിയില്ല, പിങ്കി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, ഏതായാലും അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട. ദേ പിങ്കിക്കേ ഭയങ്കര ഇഷ്ടം അർജുനെ, അതുകൊണ്ട് അവൾ ഇത്ര സ്വാർത്ഥതയോടുകൂടി പെരുമാറുന്നത്. ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ലേ അവളുടെ ഇഷ്ടവും താല്പര്യവും? എനിക്കൊന്നും വേണ്ട, എന്റെ മകനും വേണ്ട അവളുടെ ഇഷ്ടവും താല്പര്യം. ഇനി അത് വേണ്ട. അർജുനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, അവരെ മതി ഇനി. ഇവൾ എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോട്ടെ, ഇവളെ ഈ വീട്ടിന് ഇനി ആവശ്യമില്ല. എന്റെ മോനും ഇനി ആവശ്യമില്ല. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, അത് ചെയ്തു കൊടുക്കാൻ എന്റെ മോൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് സുമംഗല അങ്ങ് പോയി. അപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ ആകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ. ഏതായാലും നന്ദ ഇതൊക്കെ ചെയ്തു വെച്ചതും ഇനിയിപ്പോ നന്ദ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാല് നമ്മുടെ ഇച്ചിരി പിരിയിളക്കി വിട്ടത് നന്ദയാണല്ലോ, നമ്മുടെ നയനയെ. ഏതായാലും നയനയാട്ടോ പിന്നെ കാണിക്കുന്നത്. നയനി ഇങ്ങനെ പിന്നെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. നന്ദ ആ സമയത്തേക്ക് വന്നപ്പോഴത്തേക്ക് നീ കോളേജിൽ പോയില്ലെന്ന് നയന ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എനിക്ക് സമയമാവുന്നതേ ഉള്ളൂ. അത് ശരി, രാവിലെ കുറേയേറെ സംഭവങ്ങൾ നടന്നതുപോലെ സമയം ഒരുപാട് പോയതുപോലെ എനിക്ക് തോന്നിയത്. ടൈം ആവുന്നതേ ഉള്ളൂ നയന. അല്ല, നന്ദയുടെ മുഖത്ത് എന്താ ഒരു പരിഭ്രമം പോലെ? എന്താ നന്ദയ്ക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പം നമ്മുടെ നന്ദ പറഞ്ഞു, അത് പിന്നെ നയന എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? പൂർണ്ണ അർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? താന് എന്നെ ചതിക്കുവോ? എന്താ നന്ദ ഈ പറയുന്നത്? ചതിക്കുമെന്നോ വിശ്വസിക്കാൻ പറ്റുമെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അത് പിന്നെ നമ്മുടെ ഈ തമാശക്കളി അതിരു വിടുവാണോന്ന് എനിക്കൊരു ചെറിയ സംശയം. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അത് സുമംഗലാപ്പച്ചിയുടെ മനസ്സിൽ മറ്റു പലതും ഉണ്ടോന്ന എന്റെ സംശയം. അതിപ്പം എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിത്തീരും? സാധാരണ എല്ലാ അമ്മമാർക്കും മകനും ഭാര്യയും ആയിട്ട് ചേർന്ന് പോകുന്നതല്ലേ ആഗ്രഹം. സുമംഗലിയപ്പച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, മറിച്ചാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. മറിച്ചെന്ന് വെച്ചാൽ എന്താ പറയുന്നത് നന്ദ? അല്ല, പിങ്കിയും അർജുനുമായിട്ട് അകലണമെന്നാന്ന് തോന്നുന്നു അപ്പച്ചിയുടെ ആഗ്രഹം. ഓഹോ, അങ്ങനെയാണോ? അപ്പച്ചിയുടെ മനസ്സിൽ അർജുനോടൊപ്പം നയന് ചേർന്ന് നിൽക്കണമെന്ന് കൂടുതൽ ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന മനസ്സിൽ വിചാരിച്ചു, നിന്നെ ഞാൻ സമ്മതിച്ചു നന്ദ, നീ മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയൊക്കെയാ കണ്ടുപിടിക്കുന്നത്. സുമംഗലി അപ്പച്ചിയുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാ. അതുപോലെ എന്റെ മനസ്സിലിരിപ്പ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചപ്പോ എന്താ നയന മനസ്സിൽ വിചാരിക്കുന്നത്? അല്ല, എന്തൊക്കെയോ കാട് കയറി നന്ദ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നല്. വെറുതെ അല്ല, തൊട്ടും തൊടാതെയാ അപ്പച്ചി സംസാരിച്ചത്. അതിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാ ഞാൻ ഈ പറഞ്ഞതും. ഇനി എനിക്കെന്തിനാ അർജുന്റെ കാര്യം? അതൊക്കെ ഞാൻ പണ്ടേ മറന്നുപോയത്. അവനിപ്പം ജസ്റ്റ് എന്റെ ഫ്രണ്ട് മാത്രമാണ് നന്ദ. എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. മറ്റൊരു തരത്തിലും അർജുനെ എനിക്ക് എന്റെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ കാമുകനായിട്ടോ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. അവനോട് അടുപ്പം കാണിക്കുന്നതും പിങ്കിക്ക് ചെറിയ ഷോക്ക് കൊടുക്കുന്നതും ഒക്കെ ഞാനൊരു ചെറിയ തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു രസം. അല്ല, സത്യമാണല്ലോ അല്ലേ? 100%. അതെ നന്ദ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നന്ദയ്ക്ക് ഒരു സംശയം വേണ്ട. ഞാൻ അങ്ങനെ തന്നെയാ. അർജുന് ഇനി വേറൊരു കണ്ണുകൊണ്ട് നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴാ സത്യം പറഞ്ഞാല് ഒരു ആശ്വാസമായതും സമാധാനമായതും. ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു നയന. അപ്പച്ചി ഓരോന്ന് പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. പല തമാശക്കളികളും സീരിയസ് ആകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, തിരുത്താൻ കഴിയാത്ത രീതിയൊക്കെ എത്രയോ ഞാനും വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടെ അങ്ങനെ ഒന്നും വരില്ല നന്ദ പേടിക്കണ്ട. എനിക്ക് എന്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ അത് മതി. മറ്റുള്ളതൊന്നുമല്ല, അർജുനെയും പിങ്കിയെയും കൂട്ടി യോജിപ്പിക്കണം. അതാണ് നമ്മുടെ ദൗത്യ ലക്ഷ്യം. അതുമാത്രം നമ്മൾ മുന്നിൽ കണ്ടാൽ മതി. ഒരു ഘട്ടത്തിലും അത് മറന്നു പോകരുത് കേട്ടോ നയന. ഒരിക്കലും ഇല്ല നന്ദ, ഞാൻ മറന്നു പോകില്ല. ധൈര്യമായിട്ട് നന്ദ ഇരുന്നോ. താങ്ക് യു നയന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഹിനിയും പവിത്രയും ലക്ഷ്മിയും കൂടി അങ്ങനെ നയനയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു കേറി പെണ്ണ്, ഇങ്ങനെയുണ്ടോ, അവളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുമംഗലി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങ് വന്നിട്ട് സുമംഗലി പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങൾക്ക് ആരെക്കുറിച്ച് അറിയേണ്ടത്? പറ, എന്നോട് ചോദിക്കുക.
ഞാൻ എല്ലാം വിശദീകരിച്ച് അങ്ങ് ഇരുത്തി പറഞ്ഞു തരാം. നിങ്ങൾ ഇത്രയൊക്കെ നയനയുടെയും അർജുന്റെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, അപ്പം ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മോഹിനിയും നയനെ ഒന്ന് പവിത്ര ഒന്ന് ഞെട്ടിട്ടോ. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, അത് സുമംഗലെ, ഇവര് എന്താ പറയുന്നതെന്ന് വെച്ചാല് നയനെ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ടല്ലോ അർജുനോട്. അത് തീർച്ചയായിട്ടും പിങ്കി മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അത് അറിയാവുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതല്ല, വേറെ ദുരുദ്ദേശമൊന്നുമില്ല. എന്റെ ഏടത്തി എന്തറിഞ്ഞിട്ടാ ഏടത്തി ഈ പറയുന്നത്? ഈ നിൽക്കുന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, ആ പടിയിൽ മുഴുവനും എണ്ണ ഒഴിച്ചത് ആരാണെന്ന് അറിയാമോ? അത് വേറെ ആരും അല്ലല്ലോ. അതാരാ? ഈ പവിത്രയാ എണ്ണ ഒഴിച്ചത്. ഞാനോ? ഞാൻ എന്തിനാ എണ്ണ ഒഴിക്കണത് എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ പൊന്നെ, ഇതെല്ലാം ചെയ്തത് ഇവളാ, പക്ഷെ പിങ്കി പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ഈ ഭാഗം ഒന്നും കേട്ടിട്ടില്ലായിരുന്നു, ആ ഒരു സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് സുമംഗല പറഞ്ഞു, ആ നയനയ്ക്ക് എന്തെങ്കിലും പറ്റി ഞാനല്ലായിരുന്നോ ലക്ഷ്മി എടുത്ത് സമാധാനം പറയേണ്ടത്? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, പവിത്രേ, ശരിയാണോ ഈ കേട്ടത്? നീയാണോ എണ്ണ ഒഴിച്ചത് പിങ്കി പറഞ്ഞിട്ട്? എടി സത്യം പറയാനാ പറഞ്ഞത്. അത് പിന്നെ ഞാനാന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അറിഞ്ഞില്ല കേട്ടോ ഈ ഒരു ഭാഗം. അതായത് ലക്ഷ്മി ആ ഒരു ഭാഗത്തില്ലായിരുന്നു, ആ ഒരു സീനിൽ കാണിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ലക്ഷ്മിനെ. ലക്ഷ്മി അപ്പൊ അടുക്കളയിൽ എന്തെങ്കിലും ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് നടക്കുമായിരുന്നായിരിക്കാം. പിങ്കി ഇങ്ങ് വരട്ടെ, പിങ്കിനെ ഞാൻ 2 പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി എവിടെയെന്ന് ചോദിച്ചപ്പോ പിങ്കി സാന്ദ്രയുടെ അടുത്ത് പോയി കാറും എടുത്ത് ഇന്ന് വരുമോ ഇല്ലയോ എന്നൊന്നും ഇനി അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുമംഗല പറഞ്ഞു, എന്തെങ്കിലും കാണിക്കട്ടെ, ആദ്യം നമ്മൾ അടിക്കണം, ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം, പിന്നെ അടിക്കണം, പിന്നെ നമ്മൾ തള്ളിക്കളയണം, അതല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയനെ നിൽക്കുക. ഏതായാലും പിങ്കി ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നയനെ മനസ്സിൽ വിചാരിക്കുക, ഇന്നേതായാലും പിങ്കി ഇല്ല, അതുകൊണ്ട് അർജുനോട് കൂടുതൽ ഇടപെടണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.